ഏതായിരുന്നാലും നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ റഹീമിൻ്റെ മോചനത്തിനുള്ള ആ ഒരു വലിയ തുക നമ്മൾ മലയാളികൾ എല്ലാവരും ചേർന്ന് ജാതി മത ഭേദമന്യേ ഈ റഹീം മോചന കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിച്ചു. നമ്മളിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ മെനിയാന്ന് ഉമ്മയുമായിട്ട് ഇവിടെ വന്ന് സംസാരിച്ചപ്പോൾ ഇന്ന് കാണുന്ന മുഖത്തേക്കാൾ വളരെ ശോകമായൊരു മുഖത്തോടു കൂടി സംസാരിക്കുന്ന ഉമ്മയായിരുന്നു. പക്ഷെ ഇന്ന് കുറച്ച് സന്തോഷമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ഉമ്മ? എന്താ പറയാനുള്ളത്? ഇപ്പോൾ സന്തോഷം തന്നെ പറയാനുള്ളത്. ഈ സന്തോഷം ഇന്ന നാളായിട്ട് എൻ്റെ കുട്ടിയും കണ്ട സന്തോഷം, ഇതിലും വലിയ സന്തോഷം അള്ളാഹു തരട്ടെ. അതാണ് ശുക്ർ ചെയ്യുക. നമ്മളൊക്കെ ചെയ്ത നന്ദി കൊണ്ടാണ് ഇപ്പോൾ സ്ഥാനത്ത് എത്തിയത്. ഇനിയും ഞാൻ ശുക്ർ ചെയ്യും എൻ്റെ കുട്ടിയെ കണ്ടിട്ടു. ഒത്തിരിയല്ല. റഹീം ഫോണിൽ വിളിച്ചോ, സംസാരിച്ചു? ഈ സന്തോഷം അറിഞ്ഞ ഞാനായിട്ട് കേട്ടില്ല, കേട്ടവരോട് കേട്ട് ഞാൻ വിളിച്ചതിന് സന്തോഷം പറഞ്ഞിന്. അപ്പോൾ വലിയ സന്തോഷമൊക്കെ അറിയിച്ചോ? ഓ, സന്തോഷമൊക്കെ അറിയിച്ച് അൽഹംദുലില്ലാ. ഞാൻ സന്തോഷം അറിഞ്ഞവൻ അവിടെ നിന്ന് അതേമാതിരി വന്നിട്ട് സന്തോഷമാകാൻ നിങ്ങളൊക്കെ അതിനാരും അള്ളാൻ്റെ വേണ്ടാനും ആയി കിട്ടി. ഇനി ഞാൻ മെനിയാന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ഉമ്മയോട് പറഞ്ഞത്, ഉമ്മയോട് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തുറന്ന് ചോദിക്കുകയാണ്. ഉമ്മ തോന്നെ ചോദിക്കുന്നില്ല, പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, ഉമ്മ എത്ര ദിവസമായിട്ടുണ്ടാവും ഉമ്മ ഒന്ന് മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിയിട്ട്? 17 കൊല്ലമായില്ലേ, 18ാമത്തെ കൊല്ലമായില്ലേ. ഞാനതൊരു ജീവിക്കങ്ങൾക്കൊന്ന് ആലോചിച്ച് വെക്കേണ്ട അവസ്ഥ. ഇപ്പോൾ മനക്കരുത്ത് അള്ളാഹു തരട്ടെ. പിന്നെ ഞങ്ങൾ ചിലരൊക്കെ കൂടിയിട്ട് ഈ പൈസ ഒക്കെ ശരിയാക്കിയതുകൊണ്ട് അത് ഞാൻ എൻ്റെ കുട്ടിക്ക് ഇനി വരാൻ കഴിയൂല, ഇത്രയും പൈസ കൊടുക്കാൻ കഴിയൂല. ഉമ്മ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്നാണ് ഞങ്ങളൊക്കെ കേട്ടത്. ഇവരൊക്കെ ഉണ്ട്, പക്ഷേ എങ്ങനെയായിരുന്നു ഉമ്മക്ക് അങ്ങനെ നിൽക്കാൻ പറ്റിയൊരു പടച്ച റബ്ബിൻ്റെ ഒരു കരുത്ത് എനിക്ക് തന്നതുകൊണ്ടിട്ട് അല്ലാതെ നിൽക്കാൻ ഒരിക്കലും കഴിയൂല. ആ നിർത്തൻ്റെ മരണം വരക്കും അള്ളാഹു തരട്ടെ. എൻ്റെ മക്കളെ കൂടെ ജീവിച്ചിക്ക് മരിക്കാൻ ഇത്രയും എല്ലാവരോടും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സന്തോഷമായി എല്ലാവർക്കും അല്ലേ? എന്താണ് എല്ലാവരോടുമായിട്ട് അവസാനം എല്ലാവരോടും പറഞ്ഞത് നിങ്ങളൊക്കെ ചെയ്ത നന്ദി. എല്ലാവരോടും ഞാൻ എപ്പോഴും അള്ളാഹിനോട് ശുക്ർ ചെയ്യും. ഇത്രയും ജനം കൂടിയിട്ടാണല്ലോ എൻ്റെ അവസ്ഥ അങ്ങനെ ആയി കിട്ടിയത് എന്നുള്ളതിന് അള്ളാഹിനെ ശുക്ർ ചെയ്യാൻ നാട്ടുകാർക്കും എൻ്റെ നന്ദി എപ്പോഴും ഞാൻ പറയാൻ തയ്യാറ്. എൻ്റെ മരണം വരക്കും ഈ നാട്ടുകാർ ഒരുമിച്ചിട്ട് എൻ്റെ കുട്ടി വരുമോ, വരാൻ കഴിയുമോ? ഇത്രയും പെട്ടെന്ന് വരുന്ന കാണാൾ വിധം അള്ളാഹു തരട്ടെ. ഇത്രയും ഉറുപ്പൊക്കെ എത്തിച്ചു കൊടുത്തത് ഈ നാട്ടുകാരൊരു കഴിവല്ലേ. കേരളക്കാരായാലും വെളുപ്പുകാരായാലും ഈ ഇത്രയോ കോടി കണക്ക് ഉറുപ്പൊക്കെ അതിൽ 1 കോടി കുറഞ്ഞാൽ പോരെ, കഴിച്ചിലായി കിട്ടുക. അപ്പോൾ അള്ളാഹിനും നാട്ടുകാരും എത്ര കണ്ട് ശുക്ർ ചെയ്യാം. ആ ശുക്ർ ചെയ്യല്ലാത്ത എനിക്ക് ഇതൊക്കെ ഞങ്ങൾ പിടിച്ചോടി ഇതിന് പകരം എൻ്റെ കൈ കൊടുക്കാനൊന്നുമില്ല. അള്ളാഹു തരട്ടെ, അള്ളാഹ് കൊടുക്കട്ടെ. ഇത്ര മാത്രം എനിക്ക് പറയാനുള്ളൂ. ഏതായിരുന്നാലും വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ വലിയൊരു ശ്രമം, ഒരു കേരള മോഡൽ എന്ന രീതിയിലേക്ക് ഈ ഒരു ശ്രമം മാറി എന്നുള്ളതാണ്. നാട്ടുകാർ എല്ലാവരും, മലയാളികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് വലിയൊരു സന്ദേശം, സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുണയുടെ, സാഹോദര്യത്തിൻ്റെ, കരുതലിൻ്റെ ഒരു വലിയ സന്ദേശം ഈ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കേരളം മുഴുക്കെ പരന്നു എന്നുള്ളത് തന്നെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. ഇനി റഹീം ഈ വീട്ടുമുറ്റത്ത് വന്ന് ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ആ ഒരു രംഗം കൂടി നമ്മളൊക്കെ കൺകുളിർക്കെ കാണുന്ന നിമിഷത്തിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. സർവോപരി ഉമ്മയും സഹോദരങ്ങളും ഒക്കെ കാത്തിരിക്കുന്നത് ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇനി കാത്തിരിക്കുന്നത്. ശരി.